മമ്മ മമ്മ ഇതെവിടെ പോയി? എവിടെയാ? ഇരുട്ടായി തുടങ്ങിയല്ലോ. എന്റെ ജീവിതാഭിലാഷം തന്നെ നിന്നെ സ്വന്തമാക്കുകയാണ്. ഇല്ല ആഗ്നസ്, ഞാൻ ഇഷ്ടപ്പെടുന്നതിനെയൊക്കെ സ്വന്തമാക്കാനാണ് പതിവ്. ഒരു യോദ്ധാവാകുക അതത്ര എളുപ്പമല്ല. ആരും ഒരു യോദ്ധാവായി ജനിക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ആ, രണ്ടുപേരും ഭക്ഷണം കഴിച്ച് മടങ്ങി പോകാവൂ. കേട്ടോടി, എന്റെ മകനെ കുറിച്ച് അവന്റെ ഗുരു പറഞ്ഞത് കേട്ടോ? ഒത്തിരി നേരമായി വന്നിട്ട്. ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഈ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ ആനന്ദ ലഹരിക്ക് നിർത്താൻ ഒരു പ്രതീക്ഷയുമില്ല ചക്രവർത്തി. പിന്നെ എന്റെ മകന്റെ ആഗ്രഹം കൊണ്ടാ പുതിയ വൈദ്യന്മാരുടെ മുൻപിൽ ഇങ്ങനെ നിന്നു കൊടുക്കുന്നത്. വൈദ്യന്മാരെ കണ്ടു, എത്ര ഔഷധങ്ങൾ പരീക്ഷിച്ചു. എനിക്കറിയാം, വേദനയെല്ലാം ഉള്ളിലൊതുക്കി. ക്രിസ്തു ആരാണെന്നും ഒരു ക്രിസ്ത്യാനി എന്താണെന്നുമൊക്കെ അദ്ദേഹമാണ് എനിക്ക് വിവരിച്ചു തന്നത്. അദ്ദേഹത്തിന് മുഖം കൂടുതൽ വെണ്മയോടെ വെട്ടിത്തിളങ്ങിയിരുന്നു. ആ പ്രഭാവലയത്തിന്റെ ആവൃത്തി നിമിഷം തോറും വർദ്ധിച്ചു വന്നിരുന്നു. ഒരു ദിവസം വിളിച്ചു പറയും, യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗവർണർ. അന്ന് നേരത്തെ ചോദിച്ചില്ല. കാരണം എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. നീ ക്രിസ്തു എന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആവശ്യമായ സ്വത്തും പണവും ഞാൻ നിനക്ക് തരാം. നിനക്ക് ഉദ്യോഗത്തിൽ ഇനിയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കാത്തിരിപ്പുണ്ട്. ഈ റോമാ നഗരത്തെ പിടിച്ചുകൊടുക്കിയ പകർച്ചവ്യാധിയുടെ സമയത്ത് ശുശ്രൂഷിക്കാൻ ഏറെ പ്രചോദനമായിരുന്നു. നടക്കുകയാണ് പാട്ടും നൃത്തവും. എല്ലാവരും